പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 204 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമ്മുടെ കർത്താവിൻ്റെ ഓശാന പെരുന്നാൾ ഒരിക്കൽ കൂടെ നമ്മുടെ സ്മരണയിലേക്ക് അടുത്തു വരുന്നു. തൻ്റെ യെരൂശലേം യാത്രയുടെ പ്രാരംഭമായി ശിഷ്യന്മാരിൽ 2 പേരെ കർത്താവ് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അയക്കുന്നു. അവരോട് പറയുന്നതാണ്, നിങ്ങൾ ഗ്രാമത്തിൽ പ്രവേശിക്കുന്ന ഉടൻ ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ. ആരെങ്കിലും ഇത് എന്തിന് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് എന്ന് പറയുകയും ഉടനെ തന്നെ അവർ അതിനെ വിട്ടുതരികയും ചെയ്യുമെന്ന നിർദ്ദേശമാണ് കൊടുക്കുന്നത്. കഴുതയെയും അതിൻ്റെ കുട്ടിയെയും യെരൂശലേമിലേക്കുള്ള തൻ്റെ യാത്രയുടെ വാഹനമാക്കി കർത്താവ് തിരഞ്ഞെടുത്തത് അത്ഭുതകരമായിരിക്കുന്ന ചില വസ്തുതകളെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ശിഷ്യന്മാർ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഗ്രാമത്തിൽ പ്രവേശിക്കുന്നു. കെട്ടിയിട്ടിരുന്ന കഴുതയെ എൻ്റെ കുഞ്ഞിനെയും കാണുന്നതിനെ അഴിക്കുമ്പോൾ എന്തിന് എന്ന ചോദ്യം വരുന്നു. കർത്താവ് പറഞ്ഞ മറുപടി, ഇവയെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന പ്രഖ്യാപനത്താൽ കെട്ടപ്പെട്ട കഴുത അഴിക്കപ്പെടുന്നതും കർത്താവിൻ്റെ വാഹനമായി അതിനെ സ്വീകരിക്കുന്നതും ആണ് ഓശാനയുടെ പ്രത്യേകതയായി കാണുന്നത്. ഒന്നാമതായി, ഈ സംഭവം ഒരു പ്രവചന നിവൃത്തിയാകുന്നു എന്ന് വചനം സാക്ഷിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ മനനം ചെയ്ത് കടന്നുപോയാൽ ഈ സംഭവം ഒരു പ്രവചന നിവൃത്തിയായിരുന്നു എന്നത് 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രവചനമാകട്ടെ സെക്കറിയ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രവചനവുമാകുന്നു. സെക്കറിയ പ്രവചനം 9:9 ആണ് വിശുദ്ധ മത്തായി ശ്ലീഹ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. പ്രവാചകൻ പറയുന്നു, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് പെൺകഴുതയുടെയും അതിൻ്റെ കുട്ടിയായ ചെറുകഴുതയുടെയും പുറത്ത് കയറി വരുന്നു. ഈ പ്രവചനം ഓശാന നാളിൽ നിവൃത്തിയാകുകയുണ്ടായി. കർത്തൃ കൽപ്പന പ്രകാരം സഭ തൻ്റെ ഓശാന പെരുന്നാളിനെ ഓശാനകളാൽ കീർത്തിച്ചുകൊണ്ട് ആരാധനയുടെ ഭാഗമായി അതിനെ ഉൾപ്പെടുത്തുകയും സഭ അത് തുടർന്നു വരികയും ചെയ്തു. ആകയാൽ ഓശാന നാളിൽ കർത്താവിൻ്റെ യെരൂശലേം യാത്രയുടെ സ്മരണ നിർവഹിക്കുകയും പൈതങ്ങളും യുവാക്കളും വൃദ്ധന്മാരും പ്രായവ്യത്യാസമെന്നെ എല്ലാവരും കർത്താവിന് ഓശാന ആർത്ത് ഘോഷിക്കുന്ന ഈ അനുഗ്രഹീതമായ സ്മരണയിലേക്ക് നമുക്കടുത്തു വരാം. രണ്ടാമത്, കെട്ടിയിട്ടിരുന്ന കഴുതയും അതിൻ്റെ കുട്ടിയും ന്യായപ്രമാണപ്രകാരം അതിൻ്റെ ഉടമസ്ഥൻ ഉപേക്ഷിച്ചിട്ട് ആർക്കെങ്കിലും അതിനെ വീണ്ടെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ
അപ്രകാരം ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളെ പാലിച്ചുകൊണ്ട് ഈ കടിഞ്ഞൂലായ കുഞ്ഞിനെ വീണ്ടെടുക്കുവാൻ താല്പര്യമുള്ളവർക്കായി അതിനെ ന്യായപ്രമാണ വ്യവസ്ഥ പ്രകാരം പട്ടണത്തിൻ്റെ വാതിക്കൽ കെട്ടിയിരിക്കുക. വീണ്ടെടുപ്പിൻ്റെ പ്രമാണങ്ങൾ പുറപ്പാട് പുസ്തകം എക്സോഡസ് 34 അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിലും സംഖ്യാപുസ്തകം 18 അധ്യായത്തിൻ്റെ 15 വാക്യങ്ങളിലും വീണ്ടെടുപ്പിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അശുദ്ധ മൃഗമായ കഴുത അത് പ്രസവിക്കുന്ന കടിഞ്ഞൂൽ കുട്ടിയെ ആ കഴുതയെയും വീണ്ടെടുക്കുവാനായിട്ട് വീണ്ടെടുപ്പിൻ്റെ വില ഒരു ആട്ടിൻകുട്ടി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കഴുതയെയും എൻ്റെ കുട്ടിയെയും വീണ്ടെടുക്കുവാനായി ഒരാട്ടിൻകുട്ടിയെ നൽകുവാൻ പ്രാപ്തിയുള്ള മനസ്സുള്ള ഒരാൾ വരേണ്ടിയിരിക്കുന്നു. വീട്ടുടമസ്ഥന് അങ്ങനെ ന്യായപ്രമാണപ്രകാരം വീണ്ടെടുക്കുവാൻ താല്പര്യമില്ല. അത് മരണത്തിനായി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ അവസ്ഥയിൽ അത്രേ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അതിനെ അഴിച്ചു കൊണ്ടുവരുവാനായിട്ട് പറയുന്നു. അപ്പോൾ കുഞ്ഞാടിനെ കൊണ്ട് വീണ്ടെടുക്കേണ്ട ഒരു കഴുതയെ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാകുന്ന മിശിഹാ തമ്പുരാൻ വീണ്ടെടുക്കുകയാണ്. താൻ തന്നെയാണ് വീണ്ടെടുപ്പിൻ്റെ വില കുഞ്ഞാടായ കർത്താവ്. ഈ കഴുതയെ അഴിച്ചുകൊണ്ട് വരുവാൻ കൽപ്പിക്കുന്നതിലൂടെയും എൻ്റെ പുറത്തെ യാത്രയെ യെരൂശലേമിലേക്ക് ആഘോഷമായ യാത്ര നടത്തുന്നതിലൂടെയും വ്യക്തമാകുന്നത് സാത്താനാൽ മരണത്തിനായി വിധിച്ച് മരണത്തിൻ്റെ ഭയാനതയിൽ ജീവിക്കുന്ന ആദാമ്യവർഗത്തെ ക്രിസ്തുവാകുന്ന കുഞ്ഞാട് മുഖാന്തരമുള്ള വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുകയാണ്. ഈ വീണ്ടെടുപ്പിൻ്റെ നിഴലായിട്ടത്രേ ഈ കഴുതയുടെയും കഴുതക്കുഞ്ഞിൻ്റെയും കുട്ടിയുടെയും പുറത്ത് കെട്ടിയിട്ടിരുന്നതിനെ അഴിച്ച് കൊണ്ടുവന്ന കർത്താവ് യാത്ര ചെയ്യുന്നത്. കർത്താവ് സ്നേഹിക്കപ്പെട്ടവരെ, ഇത് നമ്മുടെ സൃഷ്ടിയുടെ വീണ്ടെടുപ്പിൻ്റെ നിഴലായിരിക്കുന്നു. ക്രിസ്തുവാകുന്ന കുഞ്ഞാട് മരണപര്യന്തം ശിക്ഷിക്കപ്പെട്ടു കിടന്നിരുന്ന മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് താൻ തന്നെ മറുപടിയായി കൊടുത്ത് സാധ്യമാക്കിയതത്രേ ഈ ഓശാന പെരുന്നാളിൻ്റെ നിഴൽ എന്നത്, സൂചന എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കുക. അതെ, നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങളുടെ ഫലമായ മരണത്തിൽ നിന്ന് സൃഷ്ടിയെ വീണ്ടെടുത്തിരിക്കുന്നു. ആ വീണ്ടെടുപ്പിൻ്റെ സന്ദേശത്തെ ഈ ദിവസം നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിന് ഹോസന പാടി തന്നെ മഹത്വപ്പെടുത്താം. ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.